ബഹുമാന്യരായ എൻ്റെ ദൈവദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിരിക്കുന്ന രാത്രി തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് മതി. സകല കാലത്തിനും മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ചിന്താ വിഷയം വാഗ്ദത്തമാം നിത്യജീവൻ, ദ പ്രോമിസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ 14 അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളാണ്. ഈ 14 ലേഖനങ്ങളിൽ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ദൈവസഭയോടുള്ള ധാരാളം ദൂതുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇടയന്മാരോടുള്ള പ്രത്യേക ദൂതുകൾ, ചർച്ച് ലീഡർഷിപ്പിനോടുള്ള ശക്തമായ ദൂതുകൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പുസ്തകങ്ങളെ ഇടയ ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് താന് ഈ ലേഖനങ്ങൾ രചിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2 തിമോത്തിയോസിന് മുൻപാണ് ഈ തീത്തോസിന്റെ ലേഖനം എഴുതപ്പെട്ടത്. 3 പ്രധാന കാര്യങ്ങളാണ് ഈ വായിച്ച വാക്യത്തിൽ നിന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. 1, the apostolic calling. 2, the apostolic representative. 3, the apostolic leadership. ഇത്രയും ഞാൻ മുഖവരയിൽ പറയാൻ താല്പര്യപ്പെടുക. മെസ്സേജ്, the apostolic message. 3 കാര്യം എനിക്ക് മുഖവരയിൽ പറയണം. അതിനകത്ത് ദൂതുകൾ അടങ്ങിയിട്ടുണ്ട്. 4ാമത്തെ വിഷയമാണ് പ്രധാന വിഷയം. അതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 1ാമത്തെ വിഷയം, ദി അപ്പോസ്തോലിക് കോളിംഗ്. ഈ വായിച്ച വാക്യം തുടങ്ങുന്നത്, ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിങ്ങൾ വായിച്ചു, മലയാളത്തിൽ പെട്ടെന്ന് വായിച്ച ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് പൗലോസിന്റെ പല ലേഖനങ്ങൾ, വിശേഷാൽ എഫേസ്യ ലേഖനമൊക്കെ ചെന്നാൽ ഒത്തിരി തവണ ഒരു വാക്യം തന്നെ വായിച്ചെങ്കിലേ ഇതിന്റെ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അത്ര ആഴമുള്ള വാക്യങ്ങളാണ് പൗലോസിന്റെ മിക്ക ലേഖനങ്ങൾ. ഈ വാക്യത്തെ ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. Paul, a servant of God and an apostle of Jesus Christ. അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. തന്റെ അപ്പോസ്തോലിക വിളിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത്. അതിലൊന്ന് സെർവന്റ് ഓഫ് ഗോഡ്, 2 അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സെർവന്റ് ഓഫ് ഗോഡ് എന്നുള്ളതിന് മറ്റൊരു തർജ്ജമയിൽ സ്ലേവ് ഓഫ് ഗോഡ് എന്നും എഴുതിയിട്ടുണ്ട്. അത് രണ്ടും ഇച്ചിരി വ്യത്യാസമാണ്. സെർവന്റ് ആണെങ്കിൽ പ്രതിഫലം ഇച്ഛിക്കുന്നതിൽ തെറ്റില്ല, അതൊന്നും കൂലിക്കാരൻ. പക്ഷെ സ്ലേവ് എന്ന് പറയുമ്പോഴത്തേക്ക് അടിമയാണ്.
അടിമ പണിയെടുക്കണം. അടിമയ്ക്ക് റൈറ്റ്സ് ഒന്നുമില്ല, സകലതും വിറ്റ്. യജമാനൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അടിമ മനസ്സിലാക്കി പ്രതിഫല ഇച്ഛ കൂടാതെ പണിയില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും സന്തോഷമായി യജമാനനെ പ്രസാദിപ്പിക്കുക. ഇതാണ് അടിമ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നു an apostle of Jesus Christ. ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ട്, ആരോ ഒരു അമ്മച്ചി ഒരു ഉപദേശം ചോദിച്ചു, ഉപദേശി അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉപദേശിക്ക് അന്നേരം ചിലർക്ക് അന്നേരം ഒരു സ്പോണ്ടേനിയസ് ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു അപ്പോൾ സ്ഥലത്തുള്ളവനാണ്. ആ വാക്കിന്റെ അർത്ഥം അതല്ലേ? അത് അന്നേരത്തെ അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ അങ്ങനെ തട്ടിപ്പോയതാണ്. അപ്പോസ്തലോസ് എന്ന പ്രയോഗം അതിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ, ദ മെസ്സഞ്ചർ ഓഫ് ഗോഡ്. എന്നാൽ അതിൽ അല്പം ആഴമേറിയ സത്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ദി അപ്പോസ്തോലിക് കോളിംഗ് ആണ്. താൻ വളരെ ശക്തിയോടെ പറയുകയാണ്, I am an apostle of Jesus Christ. ആരാ സാറേ ഇങ്ങനെ ലീഡർഷിപ്പിലൊക്കെ ആക്കിയത്? എവിടെ കിട്ടി ഈ അപ്പോസ്തൽ? ആരാ കൈവച്ചത്? ധാരാളം വാക്യങ്ങൾ ഉണ്ട്. ഞാൻ ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 1-ാം വാക്യം പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനയാൽ ഞാൻ അപ്പോസ്തലനായിരിക്കുന്നു. 2 തിമോത്തിയോസ് 1:1, കൊലോസ്യർ 1:1, എഫെസ്യർ 1:1, 1 കൊരിന്ത്യർ 1:1, 2 കൊരിന്ത്യർ 1:1. ദൈവ ഇഷ്ടത്താൽ ഞാൻ അപ്പോസ്തലനായിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാലാണ് I got my calling. It's by the command of God. And it's by the will of God. ഗലാത്യ ലേഖനം 1:1 താൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഒരു ഈസി തർജ്ജമ എടുത്താൽ, എന്നെ ഒരു ഗ്രൂപ്പ് അല്ല, ഒരു ഓർഗനൈസേഷൻ അല്ല, ഒരു മനുഷ്യനുമല്ല എന്നെ അയച്ചിരിക്കുന്നത്. അതാണ് അപ്പോസ്തോലിക് കോളിംഗ്. അല്ല, ഏത് ദൈവഭക്തിന്റെയും കോളിംഗ് അതാണ്. ചുമ്മാ ആയല്ല ലീഡർഷിപ്പിൽ, രാഷ്ട്രീയം കളിച്ചു വരുന്നതല്ല ലീഡർഷിപ്പ്, വോട്ട് പിടിച്ചോ കുതികാല് കെട്ടിയോ ഒന്നും വരുന്നതല്ല ലീഡർഷിപ്പ്. അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ളത്, സ്വർഗത്തിലെ ദൈവം എന്നെ കമാൻഡ് ചെയ്ത് അവന്റെ ഇഷ്ടത്താൽ ഞാൻ ഒരു അപ്പോസ്തലനായിരിക്കുന്നു. അങ്ങനെ ഒരു നേതാവിന്റെ രാത്രിയെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, അതിനോടുള്ള ദൂത്, നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. കസേര തന്നത് ദൈവമാണെങ്കിൽ അതിനെ തകിടം മറിക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഏറ്റവും അവസാനം പൗലോസ് വിശ്രമത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടക്കളത്തിൽ ധാരാളം ആളുകൾ ഇടർച്ച വരുത്തുവാനും തകിടം മറിക്കുവാനും ഒക്കെ ശ്രദ്ധിച്ചെങ്കിലും സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചത് കൊണ്ട് ആ പൊസിഷൻ ഏറ്റവും അവസാനം വരെ കാത്തുകൊള്ളുവാനും ഭക്തരെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്താൽ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ മലയാളക്കരയിൽ നിന്ന് വന്ന പെന്തക്കോസ്തുകാരാണ്. സംഘടന വ്യത്യാസമില്ലാതെ പെന്തക്കോസ്റ്റ് വിശ്വാസികൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പെന്തക്കോസ്റ്റിന് എന്തു പറ്റി? Something went wrong with the leadership. ദൈവത്താൽ നിയോഗിതരല്ലാത്ത ധാരാളം ആളുകൾ മറ്റ് ഡോഴ്സ് തുറന്നുകൊണ്ട് അകത്തു വന്നത് നിമിത്തമാണ് പലയിടങ്ങളിലും പലവിധമായ പരാജയങ്ങൾ സംഭവിച്ചു വരുന്നതായി നാം കാണുന്നത്. പ്രാർത്ഥനയ്ക്ക് ജനം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ഇതിനകത്ത് നിന്നൊരു ശേഷിപ്പിനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്ത് അന്ത്യകാലഘട്ടത്തിലെ ഉണർവിനായി ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച് കാലം മാറിയാലും ഗതികൾ മാറിയാലും എന്റെ ദൈവം മാറ്റമില്ലാത്തവൻ. അവന്റെ പ്രൊജക്ടിന് മാറ്റമില്ല, അവന്റെ വാഗ്ദത്തത്തിന്
ജയിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ആരും ജയിച്ചു എന്ന് കരുതരുത്. സ്വർഗത്തിലെ ദൈവം സകലത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. There is a time of God. ആമേൻ. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവ ഇഷ്ടപ്രകാരം മനുഷ്യൻ അയക്കാതെ ദൈവമാണ് എന്നെ അയച്ചത്. ആ പ്രാഗൽഭ്യമുള്ള ലീഡേഴ്സിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for such leaders in our community. Praise the Lord. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര ശക്തമായ ഭാഷയിൽ തീത്തോസ് താൻ ഒരു ലേഖനം എഴുതുമ്പോൾ ഇതെന്തിനാ തീത്തോസിനെ അറിയിക്കുന്നത്? തീത്തോസിനെ അറിയത്തില്ലേ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരാളാണെന്ന്? അറിയാം. തീത്തോസിനെ ഉദ്ദേശിച്ചല്ല, ക്രേത്ത ദ്വീപുകാരെ ഉദ്ദേശിച്ച് താൻ ആരാണ് എന്ന് അവരും അറിയേണ്ടതിന് പൗലോസ് ഇത്ര ശക്തമായ ഭാഷയിൽ താൻ ആ കാര്യം എഴുതി. 2 ഒന്നാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തീത്തോസിനെ പരിചയപ്പെടുത്തുകയാണ്. ദി അപ്പോസ്തോലിക് റെപ്രസെന്റേറ്റീവ്. ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിൽ, ക്രേത്ത എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിലുള്ള ഒരു ഐലൻഡാണ്. ഇഷ്ടംപോലെ ജ്യൂസ് അവിടെ ഉണ്ട്. ഈ യഹൂദന്മാർ സഭ സ്ഥാപിച്ചിരുന്നു. ഈ ലേഖനം എഴുതുന്നതിന് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പെന്തക്കോസ്റ്റ്. ആ പെന്തക്കോസ്റ്റിന്റെ അന്ന് ആത്മപകർച്ചയിൽ ഇവരിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ജനം ക്രേത്ത ദ്വീപിൽ വന്ന് ആവാം ഈ സഭകളൊക്കെ സ്ഥാപിച്ചത്. Praise the Lord. ആ ക്രേത്തയിലെ ദ്വീപിലെ സഭകളിൽ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ തീത്തോസ് തന്റെ നിജപുത്രനായ തീത്തോസിനെ ആ ക്രേത്തയിലുള്ള സഭയുടെ ആ ശേഷിച്ച ക്രമക്കേടുകളെ മാറ്റുവാനായി തന്നെ അവിടെ നിയോഗിക്കുകയാണ്. വെറുതെ ഒരു ദിവസം ഉപദേശിയാകരുത്. അപ്പോസ്തോലിക് ലീഡർഷിപ്പ് തന്നെ അവിടെ ആക്കുകയാണ്. 2 പ്രധാന കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അതിന്റെ 5-ാം വാക്യം, the reason I left you in Crete was that you might straighten out what was left unfinished. 2, and appoint elders in every town as I directed you. 2 പ്രധാന കാരണങ്ങൾക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ആ ക്രേത്ത ദ്വീപിലേക്ക് അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. താൻ കൂടെ തീത്തോസുമായിട്ട് സഞ്ചരിക്കുന്നയാളാണ്. പക്ഷെ തനിക്ക് അവിടെ മുഴുവൻ സമയം ഡിവോട്ട് ചെയ്യാൻ കഴിയത്തില്ല. തനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് തന്റെ റെപ്രസെന്റേറ്റീവായി അതുവരെ കൊണ്ടു നടന്ന തീത്തോസിനെ ഒരു ശക്തമേറിയ ഉത്തരവാദിത്വം ക്രേത്ത ദ്വീപിലുള്ള സഭകളെ ക്രമത്തിലാക്കുവാനായി താൻ അവിടെ വയ്ക്കുകയാണ്. ക്രമത്തിലാക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ആ നാട്ടിൽ ഇന്നത്തെ പോലെ തന്നെ ധാരാളം ദുരുപദേഷ്ടാക്കന്മാർ അങ്ങനെ തിങ്ങിപ്പാർത്ത് ദൈവസഭകൾക്കകത്തൊക്കെ അവരുടേതായിട്ടുള്ള വിത്തുകളൊക്കെ ഇട്ടുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചിരുന്നു. ആ കാര്യത്തിൽ പത്യോപദേശം ദൈവസഭകളെ പഠിപ്പിച്ച് അവരെ ശക്തമായ ഭാഷയിൽ എതിർക്കുവാൻ വേണ്ടിയൂടെയാണ് തീത്തോസിനെ താൻ അവിടെ ആക്കിയിരിക്കുന്നത്. അതാണ് ക്രമക്കേടുകളെ ശരിയാക്കുക എന്ന് പൗലോസ് അർത്ഥമാക്കുന്നത്. 2ാമത്തെ കാര്യം, എൽഡേഴ്സ്, പാസ്റ്റേഴ്സിനെ അവിടെ നിയോഗിക്കണം. പൗലോസിന്റെ സ്ഥിരപ്പതിവാണ്. പൗലോസിന്റെ യാത്രകളിൽ പൗലോസും ബർന്നബാസും ഒക്കെ എൽഡേഴ്സിനെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചവരുടെ കരം വെച്ച് അവരെ ഓരോ സഭകളിൽ നിയോഗിച്ചിരുന്ന പതിവ് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തീത്തോസിനോട് പറഞ്ഞ് 6-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയാണ് ഒരു എൽഡറിന്റെ ക്വാളിഫിക്കേഷൻസ് എഴുതിയിരിക്കുന്നത്. ഏത് പാസ്റ്ററിനും ഉണ്ടായിരിക്കേണ്ട അടിയന്തരമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് തീത്തോസിനും തിമോത്തിയോസിനും ഒക്കെ പൗലോസ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ധാരാളം ഇടങ്ങളിൽ ഇടയ ശുശ്രൂഷ പലരും ചെയ്യുന്നത്. I tell you, it is better to resign from your eldership and be an ordinary believer. പണക്കൊതിയുള്ളവൻ, സ്വന്തം മക്കളെ പത്യോപദേശത്തിൽ നടത്താൻ അറിയാത്തവൻ, തല്ലുകാരൻ, വഴക്കുകാരൻ, ഭയമുള്ളയാൾ ഒരിക്കലും ഒരു സഭാപാസ്റ്റർ ആയിരിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കും.
So what of God? Praise the Lord. അത് ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം എന്റെ മെയിൻ മെസ്സേജ് അതല്ല. എങ്കിലും ദൈവത്തിന് കരുതട്ടെ, പെന്തക്കോസ്തുവിന്റെ ശുദ്ധീകരണം കടന്നു വരേണ്ട കാലം ആയി. ദൈവവചനത്തിന്റെ പത്യോപദേശത്തിൽ ഇല്ലാത്ത ഒറ്റ കാര്യം താലോലിച്ച് അത് ദൈവഹിതമാണെന്ന് ചിന്തിച്ചിരിക്കരുത്. It is not the will of the living God. Praise the Lord. Dishonest gainന് വേണ്ടി തപ്പപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതിനൊക്കെ വളരെ ശക്തമായ ഖണ്ഡനമാണ് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ഈ എൽഡർഷിപ്പിന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ താൻ കൈമാറുന്നത്. Praise the Lord. Apostolic representative ഈ ക്രെറ്റയിൽ താൻ ഈ തീത്തോസിനെ ഒരു റെപ്രസെന്റേറ്റീവായി അവിടെ വെക്കുന്നു. എന്റെ മൂന്നാമത്തെ കാര്യം മുഖവരി the apostolic leadership. ശ്രദ്ധിച്ചിന്ന് രാത്രി അത് കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ എന്നോട് ശക്തമായി ഇടപെടുന്ന ഒരു വിഷയമാണ്, ഒരു ദൂതാണ്. എന്റെ കാലശേഷം സകലതും കൊടുങ്കാറ്റ, സകലതും പദവിയാകും എന്ന ചിന്തയല്ല അപ്പോസ്തലൻ. അടുത്ത നേതൃത്വത്തെ വാക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ബന്ധപ്പെട്ടിരുന്നു. അത് എംപിക്ക് ഒരു ദൂതായി മാറട്ടെ, പെന്തക്കോസ്തുകാർക്ക് ഒരു ദൂതായി മാറട്ടെ. ഒരുത്തരെയും അടുപ്പിക്കത്തില്ല, ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യും. No, അപ്പോസ്തലന്റെ ക്വാളിറ്റി, ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി, as he was in the leadership, he spotted the new talents. ഒരു തിമോഥെയോസിനെ കണ്ടുപിട്ടി, ഒരു സൈലസിനെ കണ്ടുപിട്ടി, ഒരു ബർന്നബാസിനെ കണ്ടുപിട്ടി, ഒരു തീത്തോസിനെ കണ്ടുപിട്ടി. അവരിലൊക്കെ അഭിഷേകം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുവാൻ അപ്പോസ്തലൻ ബന്ധപ്പെട്ടു. ഇവിടെയുള്ള നേതൃത്വം അതിന് തയ്യാറാകട്ടെ. That is apostolic leadership. ശ്രദ്ധിക്കുക, അടുത്ത ദൈവത്തിന്റെ ആത്മാവിനെ ഗോപനം ചെയ്യുന്നത് തീത്തോസിനെ വിളിക്കുന്നത് നിജപുത്രൻ, true son in the common faith. തിമോഥെയോസിനെ വിളിക്കുന്നത് അതേ പ്രയോഗം. What's the meaning? തീത്തോസ് ഒരു ജാതിക മനുഷ്യനായിരുന്നു. ഗലാത്യലേഖനം 2-3 വാക്യത്തിനകത്ത് he was a Gentile pagan man, Greek fellow. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് പൗലോസ് സ്പിരിച്വലായി തനിക്ക് ബർത്ത് കൊടുത്തു. അതാണ് true son in the faith എന്ന് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് നേതൃത്വത്തിന്റെ ക്വാളിറ്റി തനിക്കുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ ചില ശുശ്രൂഷകളിൽ കൊണ്ട നടന്ന ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് തനിക്ക് ലഭ്യമാകത്തക്കവണ്ണം കാര്യങ്ങൾ, സൗകര്യങ്ങൾ പൗലോസ് ഒരുക്കിയിരുന്നു. കൊരിന്ത്യർ ലേഖനം നിങ്ങൾ പഠിച്ചാൽ അവിടെയൊക്കെ തീത്തോസിനെ അയക്കുന്നുണ്ട്. He's a partner in the gospel എന്നാ പറയുന്നത്. അല്ലാതെ ഞാന് പൈസ കൊടുത്ത എന്റെ വേലക്കാരൻ എന്നല്ല പറയുന്നത്. He is a partner in the gospel. എന്റെ 10 വേലക്കാർ ഹിമാലയയിലുണ്ട്, എന്റെ 10 വേലക്കാർ ഗുജറാത്തിലുണ്ട്. ആരുടെ വേലക്കാരൻ? ആരുടെ വേലക്കാരൻ? That is not Bible terminology. Praise the Lord. Praise the Lord. പൗലോസ് പറയുകയാണ്, he's a partner with me in the gospel. ആര്? സുവിശേഷത്തെ ജനിപ്പിച്ച that young leader is a partner with me. Praise the Lord. മാത്രമല്ല അവര് തമ്മിലുള്ള ബന്ധം കണ്ടോ? അവര് തമ്മിലുള്ള ബന്ധം, the next leader the അപ്പോസ്തലനുമായിട്ടുള്ള ബന്ധം എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഡിവൈൻ സ്നേഹമാണ്. അല്ലാതെ ഞാൻ ഓരോ മാസവും പൈസ അയച്ചു തരാം, നീ ക്രേത്തയിലുള്ള ആളുകളെ എല്ലാം നേരെ രോഗിയാക്കണമെന്നുള്ള ബിസിനസ് അല്ല. ദൈവരാജ്യത്തിന്റെ പണിക്കായി നമ്മളൊരു ടീം പോലെ പ്രവർത്തിക്കുകയാണ്. മോനെ, നീ ക്രേത്തയിൽ നിൽക്കണം, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി വേറൊരിടത്ത് പോവുക. ക്രേത്തയിലുള്ള കാര്യം ക്രമത്തിലാക്കുവാൻ ഞാൻ നിനക്ക് അധികാരം തരിക. He is like a partner. Praise the Lord. Hallelujah. തിമോഥെയോസിനോടൊക്കെ താൻ ഇടപെടുന്നത് ദൈവവചനത്തോട് മനസ്സിലാക്കിയാൽ I pray with all my heart that the leadership's eyes will be open in Kerala. Praise the Lord. നാണയത്തിന്റെ മറുവശം, ഈ
തീത്തോസിനെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയം ദി അപ്പോസ്തലിക് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. ഇത്ര നാള് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ഉത്തരവാദിത്വം കൊടുക്കുക. തീത്തോസിനെ ശ്രദ്ധിക്കുക. ഇന്നത്തെ തീത്തോസും തിമോത്തിയോസും ആയിരുന്നെങ്കിൽ പൗലോസിനെ ലേഖനം എഴുതി. ലീഡേഴ്സുമായി ഒരു ബന്ധവുമില്ലാതെ, ഒരാൾക്കും കീഴ്പ്പെടാതെ ഈ താൻ തോന്നിയായി നടക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. They never submit to leadership. They never obey any leadership. ഏതായാലും സൗകര്യം പോലെ. That's not Titus. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒറ്റ വാക്ക് തീത്തോസ് ചോദിക്കുന്നില്ല. അപ്പൊ എന്റെ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെ? ക്രയത്തിലൊക്കെ നിൽക്കാം, വിളിച്ചത് തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെ? ഈ പൈസയുടെ കാര്യം എന്താ? ഒറ്റ വാക്കില്ല. ക്രയത്തിൽ നിന്നും ചരിത്രം പറയുന്നത്, പാരമ്പര്യം പറയുന്നത്, ഈ ടൈറ്റസ് ക്രയത്തിൽ വളരെ പീസ്ഫുൾ ആയി മരിച്ചെന്ന്. All his life he dedicated to minister to the churches in Crete, just because the apostle Paul, a man full of the Holy Spirit, guided him to that place and appointed him there as an overseer of the churches. Praise the Lord. Praise the Lord. Praise the Lord. വാർത്തെടുക്കുന്ന ലീഡർഷിപ്പും അനുസരിച്ച് നിൽക്കുന്ന സെക്കൻഡ് റോ ഓഫ് ലീഡേഴ്സും എംപിയിലേക്ക് ഉണ്ടാകട്ടെ, UK ഉണ്ടാകട്ടെ, കേരളത്തിൽ ഉണ്ടാകട്ടെ, പെന്തക്കോസ്തിൽ ഉണ്ടാകട്ടെ. ഇതിനകത്ത് ലീഡേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ലീഡേഴ്സ് ഉണ്ട്. ലീഡേഴ്സിന് വേണ്ടി നമ്മൾ ആരെയും ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ലോക്കൽ സഭയുടെ ഉള്ളിലും ലീഡർഷിപ്പ് ക്വാളിറ്റി കൊടുത്തവർ ഉണ്ട് എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം. Praise the Lord. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ലീഡർഷിപ്പിന് ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായി. സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടായി. അഭിഷേകം ഫലം കെട്ടി നിൽക്കുന്ന അപ്പോസ്തലിക സഭയിൽ പ്രശ്നമുണ്ടായി. പിന്നെ നമ്മുടെ കാര്യം ചിന്തിക്കണം. പക്ഷെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറായി, ഒളിച്ചോടിയില്ല. പ്രശ്നം വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും സഭ സ്പ്ലിറ്റ് ആകാൻ ചാൻസ് ഉള്ള ഒരു പ്രശ്നമായിരുന്നു. ഭക്ഷണകാര്യം സംബന്ധിച്ച പ്രശ്നമാണ് തുടങ്ങുന്നത്. അതിന്റെ ആഴം വിവരിക്കുവാൻ ഇനി ഞാൻ സമയമെടുക്കുന്നില്ല. അവർ ഉടനെ ചെയ്തത്, അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കും. ലീഡർഷിപ്പിന് മനസ്സിലായി തെറ്റ് അവരുടെയിലാണ്. പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കേണ്ടവർ അത് വിട്ട് സോഷ്യൽ വർക്കിന് പോയി. അവിടാണ് പ്രശ്നം വന്നത്. When they realized their mistake, they said, we come back to our calling, because our calling is to stay tuned to the word of God and in prayer. നിങ്ങൾ തിരഞ്ഞെടുക്കണം ലീഡേഴ്സിനെ. അന്നേരം അമേരിക്കയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ലീഡറിനെ കൊണ്ടുവരികയല്ല, സഭയ്ക്കകത്തുണ്ട്. അവർ ക്രൈറ്റീരിയ വെച്ചു. ആത്മനിറവുള്ളവനായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം, ജ്ഞാനമുള്ളവനായിരിക്കണം, പെമ്പളെ തല്ലുന്നവനും മോട്ടിക്കുന്നവനും ഇങ്ങനെയുള്ളവനെ ഒന്നും അല്ല എടുക്കുന്നത്. പരിശുദ്ധ അപൂർണനായിരിക്കണം ലീഡർ. He must be full of faith. He must be full of wisdom, full of the Holy Spirit, and have a good testimony. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളാണ് സ്തെഫാനോസ്, ഒരാളാണ് ഫിലിപ്പോസ്. Praise the Lord. Hallelujah. ലീഡർഷിപ്പ് ഒരു കൃപാവരമാണ്. ലീഡർഷിപ്പ് ഒരു കൃപാവരമാണ്. നമുക്ക് കൃപാവരം പ്രവചനമേ അറിയത്തുള്ളായിരിക്കാം. ലീഡർഷിപ്പ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ആ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർ ഓരോ സഭകൾക്കകത്ത് കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടം വരെ ഒരു ലീഡർഷിപ്പ് ആയി കഴിഞ്ഞ് അവർ മാറുമെന്ന് ദൈവ നിയോഗത്താൽ അവർക്ക് ബോധ്യമാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത ലീഡർഷിപ്പിനെ ഓർത്തെടുത്ത് ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ ദൈവസഭ എത്രയോ നല്ല നിലയിൽ മുന്നോട്ട് പോകും. അതിന് ബാക്ക് ഡോഴ്സ് ഇല്ല. അളിയനെ അല്ല കേറ്റുന്നത്, അനിയനെയല്ല കേറ്റുന്നത്, അവരെ ഇവരെയല്ല കേറ്റുന്നത്. സ്വർഗത്തിലെ ദൈവം നിയോഗിച്ച ചിലത് രംഗത്ത് വരട്ടെ. പെട്ടകം പണിയാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പാസ്റ്റർ മോശയോട് പറയൂ, ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്, അവന്റെ പേര് ബെസലേൽ എന്നാണ്. അവൻ അസിസ്റ്റന്റായി ഒഹല്യാവ് എന്ന മനുഷ്യനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മോശയ്ക്ക് തിരഞ്ഞെടുക്കുവാൻ അവകാശമില്ല, ഒരുത്തരും അവകാശമില്ല. ഓരോ കമ്മിറ്റിയിലും വരുന്നവരെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കട്ടെ. അഭിഷേകമുണ്ടോ? നല്ല സാക്ഷ്യമുണ്ടോ? വിശ്വാസമുണ്ടോ? Praise the Lord. കസേര
നിയോഗിച്ചവൻ പെട്ടകം പണിതെങ്കിലേ പണി ഒക്കത്തുള്ളൂ. പെട്ടകത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നത്. Do you want the presence of God or do you want politics? You decide. Praise the Lord. Praise the Lord. മോശയ്ക്ക് തെരഞ്ഞെടുക്കാൻ അവകാശമില്ല. ബെസലേൽ മഹല്യാവ് ഉണ്ടോ രംഗത്ത് വരട്ടെ. അവരാണ് പെട്ടകത്തിന്റെ പണി പണിയേണ്ടത്. അവർ പണിയാൽ അളവ് ശരിയായിരിക്കും. അളവ് ശരിയായാൽ പെട്ടകത്തിന്റെ മീതെ, കൃപാസനത്തിന്റെ മീതെ ദൈവത്തിന്റെ സാന്നിധ്യം എഴുന്നള്ളി വരും. Praise the Lord. അതിന് ഉണർവുള്ള സംഘടന കൊണ്ടുവരണ്ട, അതിന് പ്രവാചകനെ കൊണ്ടുവരണ്ട. പണി ഓക്കെയാണോ? The presence of God will come and stay, will abide on the ark of the covenant. Hallelujah. 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 That is apostolic leadership. Now to the apostolic message. ഈ വായിച്ച കുറിവാക്യം മലയാളത്തിലാണ് വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ച് നിങ്ങൾ വീട്ടിച്ചെന്ന് കുറെ സമയം എടുത്തത് വായിക്കണം. ഞാൻ ഒരു ലിവിംഗ് ട്രാൻസ്ലേഷൻ, വളരെ ലളിതമായ ഒരു ട്രാൻസ്ലേഷൻ വായിക്കാം. I have been sent to bring faith to those God has chosen and to teach them to know God's truth, the kind of truth that changes lives. കളിദാസ് പറഞ്ഞ് സ്പിരിച്വൽ എന്റർടൈൻമെന്റ് നടത്തുന്നതല്ല അപ്പോസ്തോലിക വിളി. ആളുകൾക്ക് അങ്ങനെ മതി കർമ്മരസകരമായ കാര്യങ്ങൾ, തമാശകളുടെ വക്കം പറഞ്ഞ് സന്തോഷിപ്പിച്ച് പുള്ളി ഒന്നുകൂടെ വിളിക്കണം അതിന് എല്ലാം ചിരിക്കാനുണ്ടായി. That's not apostolic calling. ഇതൊക്കെ ഞാൻ അഭിമുഖിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ കൺവെൻഷൻ നടത്തുന്നതാ, വലിയ ക്രൂസൈഡ് നടത്തുന്നതാ. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇന്ന പുള്ളിയെ വിളിക്കണം. ഞാൻ ചോദിച്ചു അയന്നെ ആ പുള്ളി വന്നാൽ എല്ലാവർക്കും ചിരിക്കാനുള്ളൂ. ഇവനും വഴിയില്ല, അവനും വഴിയില്ല. രൂപ കൊടുത്ത് കൺവെൻഷൻ നടത്തുന്നത് ആരുടെയും ബഫൂൺ കളി കാണാനല്ല. That's not apostolic message. See, look at the word of God. To teach them to know God's truth, the kind of truth that changes lives. അടുത്തത്, so that they can have eternal life which God promised them before the world began and he cannot lie. ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. ഭൂമി മുഴുവൻ മാറിപ്പോകും, കാലഘട്ടം മാറിപ്പോകും. ദൈവം സത്യമാണ്, യേശു സത്യമാണ്, വചനം സത്യമാണ്. അവൻ ഭോഷ്ക് കള്ളം പറയാത്ത ഒരു ദൈവത്തെ സേവിക്കാൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ആ നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തിന്റെ സ്തോത്രങ്ങൾ. ആ ഭോഷ്ക് പറയാത്ത ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. That's the apostolic message. എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഭോഷ്ക് പറയാത്ത ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ബലഹീന അമ്മാമ്മയ്ക്ക് വാഗ്ദത്തം എന്ന് കേൾക്കുമ്പോ വണ്ടിയും വസ്തുവും വള്ളവും ഒക്കെയാ വരുന്നത്. അയ്യോ, മക്കളെല്ലാം അമേരിക്കയ്ക്ക് ഓപ്പർച്യൂണിറ്റി കയ്യട്ടിച്ചെന്ന് വലിയ ബഹളം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലൊക്കെ അനുഭവിക്കും. ഇന്നത്തെ മെസ്സേജ് കഴിഞ്ഞ് യു തിങ്ക് ഡിഫറെന്റ്ലി. അതൊക്കെ ഇല്ലേ വാസ്തവം? ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? അപ്പോസ്തലൻ പറഞ്ഞ ഇറ്റ്സ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ, 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 നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. അത് മറച്ചു വെക്കുന്ന നേതൃത്വങ്ങൾ, അത് മറച്ചു വെക്കുന്ന പ്രസംഗികളെ, അത് മറച്ചു വെക്കുന്ന പ്രവാചകന്മാരെ, അത് മറച്ചു വെക്കുന്ന ശുശ്രൂഷകരെ നിങ്ങൾ കഷ്ടം. യേശു വന്ന് യാഗമായി തീർന്നത് നിനക്ക് വണ്ടിയ നടക്കാനല്ല. യേശു വന്ന് യാഗമായി തീർന്നത് റബ്ബർ എസ്റ്റേറ്റിന് വേണ്ടിയല്ല. യേശു യാഗമായി തീർന്നത് the sole purpose is eternal life in Jesus Christ. ഭയഭക്തിയോടെ ജീവിക്കുന്ന ഒരാളിന് ദൈവം ചിലപ്പം ഈ ലോകത്തിലെ ചില നന്മ അനുഭവിക്കാൻ കൊടുക്കും. അതെന്തിനാണെന്നറിയാമോ? നമ്പർ 1, ദൈവരാജ്യവ്യാപ്തിക്ക് ഉപയോഗിക്കണം. നമ്പർ 2, പാവപ്പെട്ടവരെ സഹായിക്കണം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 1:1 ഈ സെയിം കാര്യം തന്നെ പൗലോസ് ആവർത്തിച്ചിട്ടുണ്ട്. God's promise is eternal life. യേശുക്രിസ്തുവിനെ ശ്രദ്ധിക്കുക.
ശ്രേഷ്ഠ അപ്പോസ്തലൻ, ഏത് അപ്പോസ്തലനെക്കാട്ടിലും വലിയ അപ്പോസ്തലൻ. What was he preaching? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വചനത്തിനകത്ത് യേശു പറയുന്നത്, God's will, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം, തന്നിൽ വിശ്വസിക്കുന്ന, പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം എന്നാണ്. യേശു പ്രസംഗിച്ച മെസ്സേജ് തന്നെയാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അതായിരിക്കട്ടെ നമ്മുടെ പ്രസംഗ വേദികളെ മുഖ്യമായ വിഷയങ്ങൾ. Praise the Lord. The promise of eternal life. നമ്മുടെ തീമുമായിട്ടൊന്ന് യോജിച്ച്, ദൈവം നിത്യം, ദൈവത്തിന്റെ വാക്കുകൾ നിത്യം, മാറ്റമില്ല. അങ്ങനെയെങ്കിൽ വചനത്തിനകത്തുള്ള വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന്, അരുളപ്പാടിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ആളുകൾക്കും അത് തരാനവൻ കരുത്തുള്ള ദൈവമാണ്. Praise the Lord. Eternal life. സങ്കീർത്തനം 119:89 The word is eternal. 1 പത്രോസ് 1:24-25 അത് തന്നെ പറയുന്നു. The word is eternal. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അപ്പോസ്തലന്മാരുടെ ഓരോ പ്രസംഗങ്ങൾ. I tell you, if you are a student of the word of God, അപ്പോസ്തല പ്രവർത്തികളിൽ 19 പ്രസംഗങ്ങളുണ്ട്. ആർക്കെങ്കിലും പ്രസംഗ ഷോർട്ടേജ് വന്നാൽ റെഫർ ആക്ട്സ് ഓഫ് ദി അപ്പോസ്തൽ. 19 പ്രസംഗം, 8 പത്രോസ്, 9 പൗലോസ്, 1 യാക്കോബ്, 1 സ്തേഫാനോസ്. ഇതിനകത്ത് ഒറ്റ ഒരെണ്ണത്തിനകത്ത് മെറ്റീരിയൽ കാര്യം ഇല്ല. Now I ask you a question. Is it the spirit of Jesus that is giving this prosperity gospel? I know I use strong words because I am convinced of what I am preaching. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക. ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ള പ്രാർത്ഥനയിൽ ഒരെണ്ണം കാണിക്കാമോ? പ്രോസ്പെരിറ്റിയുടെ കാര്യം. യേശുവിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക, യേശുവിന്റെ പ്രസംഗം ശ്രദ്ധിക്കുക. ഒരു പ്രസംഗത്തിൽ ഒരെണ്ണം എഴുതി, എന്താ? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതോടുകൂടി ഹെലികോപ്റ്റർ കിട്ടുമെന്നല്ല, ഉണ്ണാനുള്ളത്, ഉടുക്കാനുള്ളത്, ധരിക്കാനുള്ളത്. Your need will be met, not your greed. ഒരുത്തൻ അവിടെ വന്ന് ഹെലികോപ്റ്റർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്മമ്മ എല്ലാം അവിടെ കൈയടിക്കും. ഞാൻ വിചാരിച്ചു അതിലൊന്ന് മുമ്പിലോട്ട് പോകുന്നതിന് എന്തിനാണ് ഹെലികോപ്റ്റർ? ചുമ്മാ. What is the apostolic message? കഴിഞ്ഞ 10-15-20 വർഷമായി ദൈവത്തിന്റെ ജനത്തിന്റെ ട്രാക്ക് തെറ്റിക്കുന്ന ഉപദേശങ്ങൾ അകത്ത് കയറിയത് കൊണ്ട് വചനവും വേണ്ട, യേശുവിനെയും വേണ്ട, ആരെയും വേണ്ട. പിന്നെന്താ? ചന്ദ്രനിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു, പുള്ളി എല്ലാം തരും. ഞാൻ ചോദിക്കട്ടെ, നിരങ്ങി നടന്നിട്ട് വല്ലതും കിട്ടിയോ? ഒന്നുമില്ല, അവൻ കാശ് കൊണ്ടുപോയി. നമ്മളെ നാട്ടിലുണ്ട് ഈ യോഗത്തിൽ നിന്ന് ആ യോഗം. I tell these people, don't waste your petrol and money. Praise the Lord. What was the apostolic message? ഒരു പ്രവാചകന്റെ ദൂത് നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ആവാ prophetic ജൂഡ്. അല്ലാതെ എന്റെ വണ്ടിയുടെ കളർ പറയുന്നതല്ല prophetic ജൂഡ്. ഞാൻ നാളെ ഏത് വണ്ടി മേടിക്കും, ഏത് വണ്ടി പറയുന്നത്? ഒരു പാസ്റ്ററിന്റെ പ്ലീസ് പ്രേ, ഏത് കാർ എനിക്ക് മേടിക്കണം. ഞാൻ വെച്ചാൽ കാശ് കിട്ടോ, അവന്റെ ഷോറൂമിൽ പോയി മേടിക്കും. എനിക്കെന്ന് പ്രാർത്ഥിക്കാൻ എന്റെ ജോലിയാ വണ്ടി ജോലി. What is wrong with all these people? Can you imagine Paul praying for all this? Can you imagine Jesus coming and you are sitting down with Jesus and saying, Jesus, BMW medical, Mercedes medical, and Jesus what? And you are talking about, what is going on? What is going on? Wake up, people, wake up! Praise the Lord. Praise the Lord. Praise the Lord. ചില സമയത്ത് ഒരു ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രവാചകനെ ചിലപ്പോൾ ഭാവി കാലത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുമ്പോൾ he can do that. I am not against that, or I didn't say that it will never come. പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഒരുവന്റെ ആശ്രയമെങ്കിൽ. I'll tell you, 1 Corinthians chapter 15 and 19 says,
പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ലോകത്തിലേക്ക് മാത്രമേ ഒരുവന് ക്രിസ്തുവിൽ ആശ്രയമുള്ളെങ്കിൽ അവൻ മറ്റുള്ള മനുഷ്യരെക്കാൾ അരിഷ്ടനാണ്. He is to be most pitied. ഒരാളോട് ഇറങ്ങി വന്നൊരു ദൂത് പറഞ്ഞ കൂട്ടത്തിൽ കറക്ഷന്റെ ദൂതുണ്ടായി, മറ്റു പല ദൂതുണ്ടായി ഇടയ്ക്ക് അവളെ നിനക്കൊരു വണ്ടി ഓക്കെ, that's fine, God can be. പക്ഷെ വണ്ടിയും ഗർഭിണിയായിരിക്കുന്ന ആളുടെ അകത്തെ കുഞ്ഞും പറയാനോ ഒരുത്തനെ അഭിഷേകം ചെയ്ത പുസ്തകമല്ല പറയുന്നത്. The prophetic message corrects the people. കാലഘട്ടത്തെ തിരുത്തിക്കൊണ്ട് ദൈവത്തിനെ കളിപ്പിക്കുന്നതാണ് prophetic message. Praise the Lord. Apostolic message, Jesus message, all centered around the kingdom of God and kingdom life, that is eternal life in Jesus Christ. Amen. Hallelujah. What is eternal life? We start the message. എന്താണ് നിത്യജീവൻ? All youngsters, I want you to listen carefully. നിത്യജീവൻ മനസ്സിലാക്കുവാൻ നിത്യത എന്താണെന്ന് പഠിക്കണം. What is eternity? ഒരു അമേരിക്കൻ ഹെറിറ്റേജ് ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇങ്ങനെയാണ് ഇറ്റർണിറ്റിയെ കുറിച്ച് പറയുന്നത്. The state of existing outside time. സമയം എന്ന മണ്ഡലത്തിന് അപ്പുറത്തിരുന്ന് സമയം നിയന്ത്രിക്കാത്ത മണ്ഡലത്തിലുള്ള വാസമാണ് നിത്യത. Praise the Lord. Hallelujah. അതെപ്പോഴാണ് നടക്കുന്നത്? ഞാനും നിങ്ങളും മരിക്കും. We will die. പേടിച്ചാലും മരിക്കും, പേടിച്ചില്ലെങ്കിലും മരിക്കും. എന്ന് മരിക്കും ആർക്കും അറിയത്തില്ല, എവിടെ വെച്ച് മരിക്കും അറിയത്തില്ല, പക്ഷെ മരണമുണ്ടത് ഉറപ്പാണ്. 90-ാം സങ്കീർത്തനം രചിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഭക്തനായ മോശ പറയുന്നത് 70 ഏറെയായാൽ 80. 80 എത്ര? 29,200 ദിവസം. ഞാൻ ഇന്നലെ ഒരു മനുഷ്യനോട് പറഞ്ഞു, 40 വയസ്സായെങ്കിൽ 14,600 ദിവസം കഴിഞ്ഞു, ബാക്കി സമയമേ ഉള്ളൂ. 60 70 ആയെങ്കിൽ put on your seat belt. You will die. The moment you die, your life is not terminated. You start existing in another realm, says the Bible. Praise the Lord. ഈ 80 വർഷത്തെ ഈ 29,000 ദിവസത്തേക്കാൾ നമ്മൾ ഈ വണ്ടിയും കാളയുടെ ഒക്കെ പുറകെ പോയത്. ഇതിനപ്പുറത്താണ് ജീവിതം തുടങ്ങുന്നതെന്ന് ആ പുസ്തകം പറയുന്നത്. അവിടത്തേക്ക് വല്ലതും കരുതിയിട്ടുണ്ടോ? ചിന്തിക്ക്. അത് ഇംഗ്ലണ്ടിൽ ഒക്കത്തില്ലെങ്കിൽ resign your job and go back to Kerala. നിത്യത നിനക്ക് ഇവിടെ സാധ്യമല്ലെങ്കിൽ keep this play and go. നിന്റെ ജോബ് വേണ്ടാതെ നിത്യത ഏറ്റവും വലുത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ അവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഇന്ത്യയിൽ ആ ജോലി ചെയ്യുന്നിരിക്കട്ടെ, അമേരിക്കയിലെന്നിരിക്കട്ടെ, ആ ജോലിയാണ് എന്നെ നിത്യതയിൽ നിന്ന് മാറ്റുന്നതെങ്കിൽ നിത്യത എനിക്ക് വലുത്. Eternity and eternal life. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, നിത്യതയിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. ലോകത്തിലുള്ള പല കാര്യങ്ങൾക്കും യു ഹാവ് ഡിഫറെന്റ് ചോയ്സ്. ഏത് ആളെയാ കല്യാണം കഴിക്കേണ്ടത്? ഇഷ്ടംപോലെ ആളിനെ കാണാം, ഇഷ്ടമുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാം. ഏത് വണ്ടിയാണ് മേടിക്കേണ്ടത്? ഇഷ്ടംപോലെ ഷോറൂമുണ്ട്, എവിടെ വേണേൽ പോയി ഇഷ്ടമുള്ളത് സാമ്പത്തികം അനുവദിക്കുന്ന ഉള്ള വണ്ടി തിരഞ്ഞെടുക്കാം. പക്ഷെ നിത്യതയിൽ പരിപാടിപ്പെടുത്തില്ല. 2 സ്ഥലമേ ഉള്ളൂ. ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമരണം. ജസ്റ്റ് 2 ചോയ്സസ്. ഇവിടെ ഈ ഭൂമിയിൽ ദൈവത്തോടു കൂടെ നടന്നവൻ മരണം കഴിഞ്ഞ് ദൈവത്തോടു കൂടെ ആയിരിക്കും. ഭൂമിയിൽ കപടഭക്തി കാണിച്ച് കാപട്യത്തിൽ നിന്ന് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തയാൾ he will be lost in eternity, says the Bible. Praise the Lord. Hallelujah.
സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ വേദപുസ്തകം പറയുന്നു, നിത്യത ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. God has planted eternity in your heart. എന്താ ഇതിന്റെ അർത്ഥം? നിത്യത എന്ന് പറയുന്ന ആഴമുള്ള സത്യത്തെ ഗ്രഹിക്കാൻ കൊച്ചു തലമുണ്ടയ്ക്ക് കഴിയില്ലെങ്കിലും നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ലൈഫ് വിൽ ഗോ ഓൺ. നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം മരണം എന്തുകൊണ്ടോ അസ്വസ്ഥത ജനിപ്പിക്കുന്നു. നമുക്ക് ഇഷ്ടമല്ല മരിക്കാൻ, നമുക്ക് ജീവിക്കാൻ ഇഷ്ടം. ഈ ഇഷ്ടം എങ്ങനെ വന്നു? God has planted eternity in your heart. Irrespective of religion, they all have the same feeling. Praise the Lord. നിത്യതയുണ്ട്, നിത്യതയുണ്ട്. നിത്യജീവനാണ് വിഷയം. നിത്യതയിൽ ദൈവത്തോട് കൂടെ വാസം ചെയ്യുന്നതാണ് നിത്യജീവൻ. എങ്കിലും അതിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. യോഹന്നാൻ 17:3, ഏക സത്യ ദൈവമാകുന്ന അങ്ങയെയും അങ്ങയച്ച പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. Praise the Lord. എന്താ ഇതിന്റെ അർത്ഥം? Head knowledge of God or Jesus അല്ല നിത്യജീവൻ. Jesus was a historical man. അതല്ല നിത്യജീവൻ. ഏക സത്യ ദൈവത്തെ അവിടുന്ന് അയച്ച കർത്താവിലൂടെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുന്നതാണ് eternal life. The life of God will be imparted through Jesus Christ when you come into a personal relationship with God through His Son Jesus. Praise the Lord. ഇച്ചരോട് പറയാം, നിത്യത എന്ന വാക്കിന് ഗ്രീക്കിൽ ഐഓനയോസ് എന്നൊരു പ്രയോഗമാണ്. നിത്യത, ഇറ്റേണിറ്റി അല്ലെ ഇറ്റേണൽ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം, that's the word which can only be used for God. നിത്യനായ ദൈവം. ഇതാണ് 1 തിമോത്തിയോസ് 1:17 പൗലോസ് ദൈവത്തെ വിളിക്കുന്നത് the King eternal. He is unchanging. No beginning, no end. Only God. അങ്ങനെയെങ്കിൽ നിത്യജീവൻ എന്താ? ദൈവത്തിന്റെ ജീവൻ. Praise the Lord. സ്തോത്രം. ഏക സത്യ ദൈവമാകുന്ന സർവശക്തനായ ദൈവത്തെ അവിടുന്ന് അയച്ച പുത്രനിലൂടെ വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഇമ്പാക്ട് ആകുകയാണ്. Now listen carefully to what I say. മരിച്ചു കഴിഞ്ഞല്ല നിത്യജീവൻ അനുഭവിക്കുന്നത്. ഭൂമിയിൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ലൈഫ് നമ്മളിലേക്ക് ഇമ്പാക്ട് ആകുക. Praise the Lord. Hallelujah. മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർത്തിയും the fullness you can enjoy in eternity. Amen. സ്തോത്രം. കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം. ഈ നിത്യജീവൻ എനിക്ക് ആര് തരും? കുറെ നാൾ മുമ്പ് ഞാൻ ബോംബെയിൽ പ്രസംഗിക്കുകയായിരുന്നു. ബോംബെയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്താണ് അവരുടെ ഓഡിറ്റോറിയം. ഞാനിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇപ്പൊ ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട്, പുള്ളിക്കാത്തി ഒത്തിരി അത്ഭുതം ചെയ്യും എന്നൊക്കെ പറഞ്ഞ സ്ത്രീ. അപ്പൊ അവിടെ വലിയ പോസ്റ്റ് കണ്ടു. നമ്മുടെ നാട്ടുകാരിയാണ്. ഞാൻ അവിടെ ചെന്ന് ആ പോസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയപ്പോൾ അവരും പറയുന്നു, പ്രവചനം ഹേ, വിടുതൽ ഹേ, സഭ ഹേ, ആ ജാവോ. നമ്മൾ ഇതാ പറയുന്നു, വലിയ പോസ്റ്റ് എഴുതി വെച്ചിരിക്കുക. പ്രൊഫസി, എന്ത് വിടുതൽ, എന്ത് കാര്യം എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, നിത്യജീവത്തിലാവും. ലോകത്തിലെ ഒരു മതത്തിനോ പ്രസ്ഥാനത്തിനോ ഒരു വ്യക്തിക്കോ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആർക്കും തരാൻ കഴിയാത്ത ഒന്ന് ബൈബിൾ പറയുന്നു, നിത്യജീവനുണ്ട്. നിത്യജീവൻ തരാൻ കഴിവുള്ള ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തി 4:12 എന്താ പറയുന്നത്? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്പെടാൻ നൽകുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. യോഹന്നാൻ 10:28 യേശു പറയുന്നു, നിത്യജീവൻ ഞാനാ വരുന്നത്, എന്റെ കയ്യിൽ നിന്ന് അവരെ തട്ടിപ്പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. യോഹന്നാൻ 17:2 നിത്യജീവൻ യേശുവാണ് തരുന്നത്. Praise the Lord. Only Jesus can give eternal life. പെന്തക്കോസ്തിൽ വന്നതുകൊണ്ടല്ല നിത്യജീവൻ കിട്ടുന്നത്, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം.
യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ അറിയണം. ഹെഡ് നോളജ് അല്ല, അവരെ ഇന്റിമേറ്റ് ആയി അറിയണം. Praise the Lord. Many Pentecostals are in deception. They think that because they came to Pentecost, they have eternal life. No. If you do not have Jesus in your life, you have no life of God operating in you. Praise the Lord. How to receive eternal life? റോമാലേഖനം 6:23 പറയുന്നത് നിത്യജീവൻ ഒരു ദാനമാണ്. പാപത്തിന്റെ ശമ്പളം മരണം. എന്നാൽ ദൈവത്തിന്റെ ദാനം യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ദാനമല്ലേ ദാനം? ദാനമെന്ന് പറഞ്ഞാൽ ഒന്നും പ്രവർത്തിക്കണ്ട. ദാനമായി ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണ് ഇറ്റർണൽ ലൈഫ്. എങ്കിലും നമുക്കൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന രാത്രി കൊണ്ട് ഞാൻ താല്പര്യപ്പെടുക. പ്രത്യേകിച്ച് all the youngsters, I want you to be very keen now how to receive this life of God in your life. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ധനാഢ്യനായ മനുഷ്യൻ, പരീശനായ മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, രാത്രി യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിനെ ശ്ലാഘിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യേശു അവനോട് ദൈവരാജ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഹൗ ടു സീ ദ കിങ്ഡം, ഹൗ ടു എൻറ്റർ ദ കിങ്ഡം. അങ്ങനെ പറഞ്ഞു വന്ന് 14-ാമത്തെ വാക്യമായപ്പോൾ യേശു നിക്കോദിമോസിനോട് പറയുക, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ട്. Praise the Lord. Let me just illustrate that for you for a minute. ഈ ബോക്സ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു. യേശു പറയുകയാണ്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. ഒരു പാമ്പിനെ, a serpent, you know, it was made of bronze. Moses lifted that up on a pole. Why? സംഖ്യാപുസ്തകം 21:4-9 വരെയുള്ള ഒരു വാക്യത്തിൽ അതിന്റെ അക്കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ ജനം പാപം ചെയ്തു. They always sinned against God and against the leadership. പാപം ചെയ്തപ്പോൾ ദൈവം ഇറക്കിക്കൊണ്ടുവന്ന ഈ ജനത്തെ കഴിക്കാൻ അഗ്നി സർപ്പങ്ങളെ ദൈവം തന്നെ അനുവദിച്ചു. കഴിക്കുന്നവൻ പിടഞ്ഞ് നിലത്ത് വീണ് മരിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഞങ്ങൾ പാപം ചെയ്തതാണ്. They came to the pastor. മോശെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെല്ലാവരും മരിക്കുക. മോശ ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തനിക്ക് ഒരു ആലോചന കൊടുത്തു. ദൈവം ഇങ്ങനെ പറഞ്ഞത്, ആ അഗ്നിസർപ്പത്തിന്റെ ആകൃതിയിൽ പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി ക്യാമ്പസിന്റെ ഒത്ത നടുക്ക് ഒരു വലിയ കൊടിമരത്തിൽ നീ വെക്കണം. ഇനിയും കടി കൊള്ളുന്ന ഒരാളും മരിക്കണ്ട. ഞാൻ വിടുതലിന് വേണ്ടി വെച്ച ഏക വഴി ഇതാ. ഇതൊന്ന് നോക്കിയാൽ മതി, അത് രക്ഷപ്പെടും. Praise the Lord. The only way of deliverance at that time was looking on the serpent. ആ കാര്യമാണ് കോട്ട് ചെയ്ത് നിക്കോദിമോസിനോട് പറയുന്നത്. അതുപോലെ എന്നെ കാൽവരി ക്രൂശിൽ ഉയർത്തേണ്ടതാകുന്നു. പഴയ പാമ്പാകുന്ന പിശാചിന്റെ കടിയേറ്റ് ആത്മീകമായി മരിക്കുന്ന ആളുകൾ, നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവർ ഇനി നരകത്തിൽ പോകണ്ട. പിതാവാം ദൈവം ജീവൻ പ്രാപിക്കുവാൻ വെച്ച ഏക വഴി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഇറ്റർണൽ ലൈഫ് ഉണ്ട്. The moment you believe, കർത്താവേ, ഞാനൊരു പാപിയാണ്, I have sinned against you, ഞാനൊരു പാപിയാണ്, ഞാൻ പാപത്തിൽ പോലെ തുറന്നാൽ I am condemned for hell എന്ന് മനസ്സിലാക്കി ഞാൻ മാനസാന്തരപ്പെട്ടാൽ, എന്റെ മനസ്സ് മാറിയാൽ എനിക്ക് ഈ പാപം വേണ്ട, അങ്ങ് വിടുതലായി വെച്ചിരിക്കുന്ന ഈ യേശുവിനെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച വാകൊണ്ട് ഏറ്റു പറഞ്ഞാൽ you will be saved and the life of God will be imparted into you. അല്ലാതെ ഇന്ന് കാണിക്കുന്ന പോലെ തത്ത പറയുന്ന പോലെ അല്ല. അവസാനം അവർക്ക് എല്ലാവരും മുന്നോട്ട് കൈകൊട്ടി ഇനി എന്നെ പറയട്ടെ, ഇന്ന് മുതൽ ഞാൻ യേശുവിനെ വീട്ടിൽ പോകോ എന്താ അവൻ വരുന്നത് തന്നെ കാണാൻ രസമാണ്.
എല്ലാവരും കൂടെ വിളിച്ചു വരിക. No, I am not against altar call. I am not against raising hand. But if what you said is not from your heart, it doesn't do you any benefit. അങ്ങനെ ഒരുത്തൻ കൈപോക്കി നമ്മൾ കൊണ്ട് ഇവനെ മുക്കുകയും ചെയ്തു. ഇവൻ കുതിർന്ന ഭാവിയായി സഭയ്ക്കും നേതൃത്വത്തിനും എല്ലാവർക്കും തലവേദനയായി പിന്നെ മാറും. There must be repentance. There must be repentance. ഞാൻ ഒരു പാപിയാണെന്ന് എനിക്ക് ബോധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പോലും അറിയാതെ ജനം നട്ടം തിരിയുക. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തികളിൽ ഒന്നാണ് ആളുകളിൽ കുറ്റബോധം ഉണ്ടാക്കുക, ഗിൽറ്റിനെസ് ഉണ്ടാകുക, പാപബോധം ഉണ്ടാകുക. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുമ്പോൾ they cry out to God, oh Lord, save me, save me എന്ന് പറയുക. ഒറ്റ വഴി സേവാനുള്ളത് ഉയർത്തപ്പെട്ട കർത്താവിനെയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ സദസ്സിനോട്, നേതൃത്വത്തിനോട്, സദസ്സിനോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. ഈ കാര്യം ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കാം. എന്നാൽ പണ്ട് കാലത്ത് ഉണർന്നുണർന്ന UK-യിലെ സായിപ്പിന് ഇന്നിത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. ഇതിനെ വെളിപ്പെടുത്താനാണ് താങ്കളെ ഈ ദേശത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ട് നട്ടിരിക്കുന്നത് എന്ന ഗൗരവമേറിയ സത്യം ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. Praise the Lord. Praise the Lord. നടക്കാത്ത കാര്യങ്ങളും ഇല്ലാത്ത സാഹചര്യങ്ങളെ ഓർത്ത് പിറുപിറുക്കണ്ട. നിനക്ക് സാഹചര്യം ഉള്ളത് മുതലെടുക്കാൻ. ഓഫീസിൽ ജോലി ചെയ്യുന്നില്ലേ, അവരുടെ ബോസിനോട് നീ പറയണം. പ്രൈസ് ദി ലോർഡ്. നഴ്സായി ജോലി ചെയ്യുന്നില്ലേ, ഹോസ്പിറ്റൽ മുഴുവൻ നീ കത്തിക്കണം ഈ വചനം കൊണ്ട്. There is only one way, and the way is through Jesus Christ. അല്ലെങ്കിൽ എന്ത് പറ്റും പാസ്റ്ററെ? അതോട് പറയാം, സായിപ്പിന്റെ രക്തം നിന്നോട് ചോദിക്കും. നിന്നെ സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ അയച്ചതിനാൽ not to make only pound money. ദൂത് പറഞ്ഞുകൊണ്ട് ഉപജീവനത്തിനാണ് ജോലി തന്നിരിക്കുന്നത്. Praise the Lord. How to receive eternal life. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മാതൃകയിൽ eternal life കിട്ടിയിട്ടുണ്ടോ? Praise the Lord. ഒറ്റ മാർഗം. This was the apostolic message. This was what Jesus preached. See, ഏറെയായാൽ 80, ഏത് സമയത്തും മരിക്കാം. മരണ ദിവസത്തിന്റെ മേൽ അധികാരമുള്ളവൻ ആരുമില്ല. We do not have the control over the day that we will die. It can happen any time. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാർമിക പ്രവൃത്തികളും ഈ മനുഷ്യന് വേണ്ടി ബാക്കിയില്ല. അവന്റെ ആത്മാവ് ശരീരമാകുന്ന കൂട് വിട്ട് വേർപെട്ട് കഴിഞ്ഞാൽ ദൈവം അവനെ അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവൻ മാറുകയാ. ഇവിടെ വെച്ച് ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ അവൻ ഏറ്റെടുത്താൽ നിത്യജീവനിലേക്ക്, യേശുക്രിസ്തുവിനെ തള്ളിയാൽ നിത്യമായ ഡാമിനേഷനിലേക്ക് അവൻ മാറുകയാ. കാര്യം വളരെ സീരിയസ് ആണ്. യേശു വന്നത് നിത്യജീവന് വേണ്ടിയാ. ഞാനും നിങ്ങളും മരിച്ച് ഞാനും നിങ്ങളും നിത്യദണ്ഡനത്തിൽ പോകാതെ വണ്ണം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. അവൻ വന്നത് നമുക്ക് നിത്യജീവൻ തരുവാനാ. എന്റെയോ നിങ്ങളെയോ കുടുംബത്തിൽ ഒറ്റ ഒരുത്തൻ പോലും നിത്യജീവൻ ഇല്ലാതെ പോകരുത്. എന്റെയും നിന്റെയും തലമുറ നിത്യജീവൻ ഇല്ലാതെ പോകരുത്. ഇന്ന് രാത്രി മനസ്സംഘത്തോടെ കരയുവാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകട്ടെ. മലയാളി കുടുംബങ്ങളിൽ ഒറ്റ ഒരെണ്ണം നരകത്തിൽ പോകാൻ ഇടയായി തീരരുത്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒറ്റയാൾ പോലും നിത്യദണ്ഡനത്തിൽ പോകുവാൻ ഇടയായി തീരരുത്. Praise the Lord. എഴുതാൻ കഴിവുണ്ടോ? എഴുതിവിടെ eternal life. പ്രസംഗിക്കാൻ കഴിവുണ്ടോ? പ്രസംഗിക്കാൻ eternal life. Praise the Lord. എന്തൊക്കെ ചെയ്യാമോ ചെയ്യ. നരകത്തിൽ നിന്ന് ചിലതിനെ വിടുവിക്കണം. നരകത്തിലേക്ക് പോകാതെ വണ്ണം പലതിനെ പിശാച് ഉന്തിവിടുമ്പോൾ ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന പലരുടെയും തലമുറകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സഹോദരി, പോട്ടെന്ന് നീ വെക്കരുത്. അവന്റെ വിദ്യാഭ്യാസം അല്ല വലുത്. I tell you, I charge you in Jesus' name. എഞ്ചിനീയറിംഗ് അല്ല വലുത്. അവൻ ഡോക്ടറാകുന്നല്ല വലുത്. അവനൊരു മനുഷ്യനവൻ ഇംഗ്ലണ്ട് മുഴുവൻ മേടിച്ചാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ you gonna pay for that. Praise the Lord. Praise the Lord. മനസ്സിലാക്കൂ, അതിന്റെ ഗൗരവം മനസ്സിലാക്കൂ. Praise the Lord. എന്റെ മകനല്ലേ എന്റെ മകൾ നിത്യതയില്ലെങ്കിൽ അത് തീരാ ദുഃഖമാണ്. 1000 പേരെ രക്ഷപ്പെടുത്തുന്നതിൽ വലുതാണ് സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്തുക. നോഹ 120 വർഷം പ്രസംഗിച്ചു, ആരും കിട്ടിയില്ല. പക്ഷെ പെട്ടകത്തിൽ കയറാൻ ഭാര്യ ഉണ്ടായിരുന്നു. 3 ആൺപിള്ളേരും ഉണ്ടായിരുന്നു, അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷെ അവരെ നേടി.
പ്രസംഗിച്ചത് വെളിപ്പാടാന്ന് ഭാര്യയ്ക്ക് തിരിഞ്ഞു. താൻ പ്രസംഗിച്ചത് ദൈവം തന്ന അരുളപ്പാടാന്ന് 3 പിള്ളേർക്ക് തിരിഞ്ഞു. അവരുടെ ഭാര്യമാർക്കും തിരിഞ്ഞു. പെട്ടകത്തിൽ കയറാൻ ആ ഒരു കുടുംബം ഉണ്ടായിരുന്നു. മതി, അതിനകത്ത് നിന്ന് ദൈവം ഭൂമിയെ പോപ്പുലേറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തെ ഓർത്ത് കര, ദേശത്തെ ഓർത്ത് കര. നിത്യജീവൻ വളരെ പ്രധാനപ്പെട്ടതാ. യേശു 2010 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് യാഗമായി തീർന്നത് വെറുതെയല്ല. ചാട്ടമാറിന്റെ അടികൾ ഏറ്റ്, ദണ്ഡനങ്ങൾ ഏറ്റ്, പ്രൈസ് ദി ലോർഡ്, മുൾക്കിരീടധാരിയായി നഗ്നനായി 3 ആണ്ടുകളുടെ മേൽ പലസ്തീൻ നാട്ടിൽ യാഗമായി തീർന്നത് വെറുതെയല്ല. കേവലം ഒരു കാറിന്റെ വാഗ്ദത്തത്തിലും ഒരു ഗൾഫ് യാത്രയുടെ വാഗ്ദത്തത്തിലും അതിനെ ഒതുക്കരുത്. നിത്യജീവൻ എന്ന വലിയ പ്രൊജക്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്ന ഗൗരവമുള്ള സത്യം ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. Praise the Lord. Praise the Lord. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പെന്തക്കോസ്തുകാരാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. ഒന്ന് വായിച്ച് സഹായിക്കണേ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈസി അല്ല. ഞാൻ പിന്നെയും ആവർത്തിക്കാം, ഈസി അല്ല. കാലം മാറിയാലും ദൈവത്തിന്റെ ഗേറ്റ് വലുതാക്കിയിട്ടില്ല. ഇത് ഇടുക്ക് വാതില, വിശാലതയുടെ വാതിലുണ്ട്. അതുവഴി ധാരാളം ആളുകൾ പോകുന്നുണ്ട്. കാലം മാറി, ഉപദേശം മാറിയതുകൊണ്ട് ഗേറ്റൂടെ മാറി എന്നാലും ധരിക്കരുത്. ഗേറ്റ് ദൈവത്തിന്റെ ഗേറ്റാണ്. അത് വിശാലതയുടെ ഗേറ്റ് അല്ല, ഇടുക്ക് വാതിൽ എന്നതിനെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക. Lawless people. എന്താ ഇതിന്റെ അർത്ഥം? അനോമിയ എന്നൊരു പ്രയോഗം, lawlessness, അർത്ഥം acting contrary to the will of God. ദൈവത്തിന്റെ ആലോചന തിരിച്ചറിഞ്ഞിട്ട് അതിന് വിപരീതമായി പ്രവർത്തിച്ചവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതൊന്നുമല്ല. രാജ്യത്തിലേക്ക് കയറ്റുന്ന രാജ്യത്തിന്റെ രാജാവിന്റെ കൽപ്പനയായി വായിച്ചു. പക്ഷെ ഇവരിലെല്ലാം വലിയ കൃപയൊക്കെ ജ്വലിച്ചു. ഭയങ്കര പ്രവചനങ്ങളും വീര്യപ്രവൃത്തികളും ഭൂതത്തെ പുറത്താക്കി ഇതെല്ലാം നടന്നതാ. അപ്പൊ ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. ഭൂതം പിന്നെന്തിനെ ഇരിക്കുന്നത്? അതിനെ പുറത്താക്കണം. രോഗികൾ സൗഖ്യമാകണം. ദൂതുണ്ടെങ്കിൽ പറയണം. പക്ഷെ ഈ പറഞ്ഞ കെയർ ഓഫിൽ പറഞ്ഞ ഉള്ളിൽ പോവില്ല. അപ്പൊ ഞാനൊരു സത്യമായ കാര്യം പറയാം. ഒരുപാട് അത്ഭുതക്കാര് അന്ന് കാണത്തില്ലെന്നുള്ളതാ മറ്റൊരു അത്ഭുതം. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഈ അത്ഭുതക്കാരെയൊക്കെ വലിയ ആളായിട്ട് ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ ഇവിടുന്ന് കാണില്ല. അതെന്താ? they are lawless people. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ നടക്കുന്നവരുടെ കാര്യമാണ്. Don't be impressed by all this. It means nothing to Jesus. യേശുവിന്റെ വാക്ക, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിലല്ലയോ ചെയ്തത്. അതിന് യേശു ഒന്നും തടസ്സം പറഞ്ഞില്ല. അത് എന്റെ നാമത്തിൽ തന്നെയാണ്. പക്ഷെ നീ ആൾ കൊള്ളുന്നില്ല. എന്റെ ഹിതം അറിഞ്ഞിട്ട് നീ അതനുസരിക്കാതെ നടന്നവനാണ്. പിന്നെ എങ്ങനെ ഈ അത്ഭുതം നടന്നത്? വന്നിരുന്നോണ്ട് അറിഞ്ഞുകൊണ്ട് കിട്ടുകയും ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ കൃപാപരമായി കണ്ടേക്കാം. എന്തുമായിട്ട് എനിക്കറിയില്ല. നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചിലപ്പം കിട്ടിയതായിരിക്കാം, പിന്നെ നഷ്ടപ്പെടുത്തിയതായിരിക്കാം. എന്തുമായിക്കോട്ടെ. Praise the Lord. It is a serious warning to believers. ഇത് തമാശല്ല. ഒരിക്കൽ രക്ഷപ്പെട്ടത് കൊണ്ട് രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ ഇപ്പൊ പെന്തിക്കോസുകാരുടെ അകത്തും പെയ്യ വരുന്നുണ്ട്. അതെന്നാ ജീവിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ടാണ്. അല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒറ്റ മിനിറ്റ് കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ ഓൾട്ടർ കോൾ ഒക്കെയാണ്. എന്തിനായി ഓൾട്ടർ കോൾ ചെയ്യുന്നത്? നാളെ വല്ല സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതങ്ങ് 2 എണ്ണം പിടിത്താൻ നമ്മുടെ അകത്തെ ഓൾട്ടറിനകത്തൊന്ന് പൊങ്ങി നിന്ന് മാനസാന്തരപ്പെട്ടാൽ മതി. ഗലാത്യ ലേഖനം ഞാൻ പിന്നെ ആളുകളെ വിളിച്ച് ഒന്നും വേണ്ട, നിങ്ങൾ ഇത് മാനസാന്തരപ്പെട്ടാൽ മതി. ഗലാത്യ ലേഖനം 6-ാം അധ്യായം കേട്ടോ 6-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം ശക്തിയുടെ വാക്യം. ഇത് പെന്തിക്കോസ്തുകാർക്ക് വേണ്ടി മാത്രം എഴുതിയിരിക്കുക.
വഞ്ചനപ്പെടാതിരിപ്പിൻ. Do not be deceived. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നവനെ കൊയ്യും. അതുറപ്പാ, എല്ലാവർക്കും അറിയാം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാ പിടിച്ചോ താഴെ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം, ഡിസ്ട്രക്ഷൻ കൊയ്യും. അടുത്തത് ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും. മാമയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗലാത്യ ലേഖനം 5:19 വായിക്കും. ജഡത്തിലെ വിതയ്ക്കുന്നത് പെട്ടെന്ന് വായിക്കും. 15 കൂട്ടം ഐറ്റം ഉണ്ട്. KJV 17 കൂട്ടമുണ്ട്. ദണ്ഡ വായിക്കുന്നു. ജഡത്തിന്റെ പ്രവൃത്തിയുടെ ദുർനടപ്പ്, ഉഷ്കാമം. ഇത്രയൊന്നും നമുക്കില്ല. വിഗ്രഹാരാധന ബന്ധുക്കോസാർക്കുണ്ട്. അതിപ്പോ പറയാൻ എനിക്ക് നേരമില്ല. പിന്നെ അടുത്തടുത്ത് ആവിചാരം. നിക്ക് ഇനി ഇതെല്ലാം പക, പിന്നെ പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. ദുർന്നപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ദുർന്നപക്ഷം, രണ്ട് പക്ഷം. നമ്മൾ രണ്ടും ഒരു സഭയില്ല, പക്ഷെ രണ്ട് ഗ്യാങ്. ദുർന്നപക്ഷം. ഇപ്പൊ ഞാൻ പറയാം എങ്ങോട്ട് പോകുന്നു. താഴോട്ട്. ഭിന്നത, അസൂയ, മദ്യപാനം. മദ്യപാനിയാണ് കർത്തൃമേശം കൊടുക്കില്ല. എന്നെ പുള്ളി വെള്ളം അടിക്കുന്നു. ഓക്കെ, വേണ്ട. പക്ഷെ നിനക്കെങ്ങനെ കിട്ടുന്നേ? ദുർന്നപക്ഷം ഉണ്ടാക്കുന്ന രണ്ട് ഗ്യാങ് പിടിച്ച് അകത്ത് മുഴുവൻ പ്രശ്നമുണ്ടാക്കുന്ന താങ്കൾക്ക് എങ്ങനെ ഈ കർത്തൃമേശം കൊടുത്തത്? അല്ല, ഈ കൊടുക്കുന്നു തന്നെ ഈ സ്വഭാവമുള്ളവരില്ലേ? കണ്ടോ, പഴഞ്ഞ് കിടക്കുന്ന കണ്ടോ? താഴ്ത്ത് വാരി സിസ്റ്റർ, വെളിക്കുത്ത്. അടുത്തത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അപ്പം ഭാഷയ്ക്ക് ഗ്രീക്ക് അറിയാമോ? എനിക്ക് ഗ്രീക്കും അറിയത്തില്ല, ഹീബ്രു അറിയത്തില്ല, ലാറ്റിനും അറിയത്തില്ല. ഞാൻ വായിച്ച മലയാളം അറിയാം. ഈ വക പ്രവർത്തിക്കുന്ന ഒറ്റയാള് സ്വർഗത്തിൽ പോകില്ലെന്ന് പൗലോസ് പറയുന്നു. ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ, ജഡത്തിൽ വിതയ്ക്കുന്നവന് നാശം. യേശു വന്നത് നിത്യജീവൻ തരാനാണ്. ഇന്ന് സുപ്രസാദ കാലമാണ് കേട്ടോ. കൃപാവരുന്ന ഈ പുത്രനിലേക്ക് നോക്കാം, ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കി. ഈ വചനം ഇന്ന് രാത്രി നമ്മളെ ശുദ്ധീകരിക്കട്ടെ. മലയാളി പെന്തക്കോസ്റ്റ് അസോസിയേഷന്റെ കൺവെൻഷന്റെ 1ാമത്തെ ദിവസം വന്ന് വെറുതെ കൈയടിച്ച് വെറുതെ നമ്മൾ തമാശയായി പോകരുത്. കാര്യം ഗൗരവമാണ്. Where will you spend your eternity? ജഡത്തിന്റെ പ്രവൃത്തികളാണോ നിങ്ങൾ കാഴ്ചവെച്ചത്? ഈഗോ പ്രോബ്ലംസ് നിമിത്തവും ഭിന്നതകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പല കാര്യത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ I tell you there's going to be a problem. യേശു വരുമ്പോൾ നാം എടുക്കപ്പെടുകയില്ല. ആത്മാവിൽ വിതയ്ക്കുവാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കണ്ണൊന്നും അടയ്ക്കണ്ട, കണ്ണ് തുറന്നു തന്നെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരപ്പെടാൻ എത്ര പേർ തയ്യാറാണ്? നിത്യത ഉറപ്പാണ്. നിത്യത ഇന്ന് രാത്രി എന്നതുപോലെ അല്ല, നാളെ പകൽ ഉദിക്കുന്നത് പോലെ, അതുപോലെ യാഥാർത്ഥ്യമാണ് നിത്യത. ടൈമില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് മരണത്തിന് ശേഷം നാം മാറ്റപ്പെടുമെന്നുള്ളത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയാണ് ഉപദേശിമാർ നടന്ന് ദൈവത്തിന്റെ ആലോചന വിളംബരം ചെയ്യുന്നത്. യേശുവിലൂടെ നമുക്ക് നിത്യജീവനുണ്ട്. യേശുവിലൂടെ നിത്യജീവനുണ്ട്. പാപത്തിന്റെ കടിയേറ്റിട്ടുണ്ടോ? ജഡത്തിന്റെ പ്രവൃത്തിയുടെ കടിയേറ്റിട്ടുണ്ടോ? അങ്ങനെ ഏറ്റവരെ ചാക്കോയോട്, പൗലോസിനോട്, തോമസിനോട്, എബ്രഹാമിനോട് പറയുക, കേട്ടാ ഒരു സർപ്പത്തെ ഉയർത്തിയെന്ന് മോശ പറയാം. അവൻ പറയാം, എന്നെ സർപ്പത്തെ ഉയർത്തി. അങ്ങനൊന്നും വേണ്ട, എനിക്കറിയാം പോകാൻ. കാര്യം കൈവിട്ടു പോകും. ഇന്ന് രക്ഷപ്പെടാം. ജീസസ് ഈസ് ദേർ. അവന്റെ രക്ഷന്റെ പ്രവൃത്തി സജീവമായിരിക്കുന്നു. ലോകം മുഴുവനും ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് നടക്കുക, കൊണ്ടാടിക്കൊണ്ടിരിക്കുക. എന്തിനാ? യേശു ക്രൂശിൽ മരിച്ചു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അങ്ങനൊന്നും കൊണ്ടാടുന്നില്ല. പക്ഷേ ഈ രക്ഷണ്യ പ്രവർത്തിക്കുള്ള യാഗ മരണം വ്യക്തിപരമായി ഏറ്റെടുത്തിട്ടുണ്ടോ? അതിൽ ഇന്ന് നിൽക്കുന്നുണ്ടോ? അതോ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചോ കൈവൊക്കിയിട്ടിരുന്ന ജഡത്തിന്റെ പ്രവൃത്തിയിൽ കിടന്ന് കുരുങ്ങുകയാണെങ്കിൽ there is no life of God in you. ലൈഫ് ഓഫ് ഗോഡ് ഇന്നാ തുടങ്ങേണ്ടത്. എന്നെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുന്നത് ദൈവത്തിന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുമ്പോഴാണ്. You are partaking of the divine nature of God. അകത്ത് യേശു വന്നിട്ട് സ്വഭാവം മാറിയിട്ടുണ്ടോ? കണ്ണ് തുറന്നിരിക്കട്ടെ.
ഇന്ന് രാത്രി ഈ ദൂതിന്റെ മുൻപിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാണോ? കർത്താവേ, ഇങ്ങനെ പോയാൽ ഞാൻ സ്വർഗത്തിൽ പോവില്ല. ഞാൻ അനേക ആളുകളെ കണ്ടിട്ടുണ്ട്. I will tell you, a doctor came to me to pray. ഞാൻ ചോദിച്ചു, why you came? Said, I want to go to the Gulf. Can you pray for me? Said, yeah, I'll pray for you. അയാളെ എഴുതിട്ട് എനിക്കൊരു നിയോഗം ഉണ്ടായി. ഞാൻ ജസ്റ്റ് ചോദിച്ചു, അയാൾ സ്നാനപ്പെട്ടതാണ്. ഞാൻ അയാളോട് ചോദിച്ചു, will you go to heaven when Jesus comes? അയാൾ പറഞ്ഞു കേൾക്കണം, no pastor. പിന്നെ ഞാൻ ഇവനെ ഗൾഫിൽ വിടാൻ പ്രാർത്ഥിക്കണം, ഒരു പണി. I don't want his money. This is the condition of believers. പിന്നെ അവൻ സത്യം പറഞ്ഞു. He just told me, I will not go to heaven, but he wants prayer to go to God. Which is the greater thing? അയ്യോ, മനുഷ്യന്റെ കണ്ണടഞ്ഞു പോയല്ലോ. നിത്യത വിട്ടിട്ട് ഈ ലോകത്തിലെ കാര്യത്തിനേക്കുള്ള ദൂതുകളും ഉള്ള പ്രസംഗങ്ങളും and our life, and we are so busy we can't even read the word because the life is in the word. പിശാച് നമ്മളെ കെട്ടിയതാണ് ഈ ബിസി. വചനത്തിനകത്ത് ദൈവത്തിന്റെ ലൈഫുണ്ട്. യേശുവിന്റെ കൂടെ പോയ ദൈവത്തിന്റെ ലൈഫുണ്ട്. ഇത് പോകാതെ വണ്ണം നമ്മളെ ബിസിയാക്കി രാവിലെ രാത്രി എല്ലാം കൂടെ ജോലി ചെയ്ത് വന്ന് നമ്മൾ പൊത്തോന്നും പറഞ്ഞ് അങ്ങ് കിടക്കും. എന്നിട്ട് രാവിലെ എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ചു പോയി അങ്ങ് പോകും. പെന്തിക്കോസില്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞായറാഴ്ച വന്ന ഭയങ്കര കയ്യടി. മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. Shall stand to your feet. വളരെ ഗൗരവമായിട്ട് വളരെ ഗൗരവമായി ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ അകത്തെ മനുഷ്യനുള്ള ദൂത. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ അകത്തെ മനുഷ്യനുള്ള ദൂത. I tell you, many of you are recording these messages. I am speaking from my heart. There will be certain words that I utter as I speak from my heart, which should not be, പ്രചരിപ്പിക്കരുത്. You have to cut it out. അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ എനിക്കറിയാം. എനിക്ക് ഇവിടെ നിന്ന് ശാന്തമായി പ്രത്യേകിച്ച് അങ്ങനെ പോവാം. ഒരു പ്രൊഫഷണൽ രീതിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I am speaking from my heart. Whatever you record, you have to censor it, cut it. യോഗ്യമല്ലാത്തതൊക്കെ എനിക്ക് പ്രസംഗം കഴിയുമ്പോൾ I know which portion has to be deleted. ഡിലീറ്റ് ചെയ്യാതെ പ്രചരിപ്പിക്കരുതെന്ന് കർത്തൃനാമത്തിൽ വിശേഷാൽ ഓർപ്പിക്കുന്നു. Because times are bad. A person can quote me out of context. കോണ്ടെക്സ്റ്റിൽ അല്ലാതെ ഏതാ സദസ്സ് എന്താ കാര്യമെന്ന് ആ കാര്യങ്ങളെ അല്ലാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് പലയിടത്തും പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ കൈവെക്കാതെ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സെൻസർ ചെയ്തിട്ട് വേണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ കണ്ണുകളുണ്ടാക്കാം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട മെസ്സേജ് എന്താ? അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ഒരു ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തോലിക മെസ്സേജിനെ കുറിച്ച് പറയുക. The promise of eternal life in Jesus Christ. The promise of eternal life. യേശു പ്രസംഗിച്ചത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. അവർ പുറത്തെ മനുഷ്യന് വേണ്ടിയല്ല പ്രസംഗിച്ചത്, അകത്തെ മനുഷ്യന്റെ ദൂതുകളാണ്. അവർ പ്രാർത്ഥിച്ചത് അകത്തെ മനുഷ്യന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു അകത്തെ മനുഷ്യനുണ്ട്. ഈ അകത്തെ മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ജീവനുണ്ടോ? Hey young people, everyone close your eyes. I tell you, do you have the life of God operating in your inner man? പുറത്ത് നീ പലതും കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് നീതിയിലായിരിക്കും ഇരിക്കുന്നത്, ദശാംശം കൊടുക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി കാര്യം ചെയ്യുന്നു. That's not what is in question here. The important question is the life of God in your inner man? നിന്റെ അകത്തെ മനുഷ്യൻ ദൈവ വിഷയമായി സമ്പന്നനാണോ? ഏക സത്യ ദൈവമാകുന്ന സർവശക്തനായ ദൈവത്തെ പുത്രനായ യേശുവിലൂടെ നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ജഡത്തിന്റെ ആയിട്ടുള്ള പ്രവൃത്തികൾ നിന്നെ കുലുക്കിയിട്ടുണ്ടോ? അനുസരണക്കേട്, ലോലസ്നെസ് നിന്റെ അകത്തെ കുലുക്കിയിട്ടുണ്ടോ? Is there anywhere where you have lost that intimacy? എല്ലാ കണ്ണു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് ഈ സദസ്സിനോട് ഒരു ദൂത് പറയാനുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലർ ചൂടോടെ ഇറങ്ങിയിട്ട് കാലപ്പഴക്കത്തിൽ വെച്ച് പണ്ടത്തെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ചൂട് നഷ്ടപ്പെട്ട പുള്ളികൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് ഏറ്റുപറ. നിങ്ങൾ വളരെ വിലപ്പെട്ടയാളാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മെനഞ്ഞുണ്ടാക്കിയതാണ്.
പിശാചാണ് ആകൃതികളെ വൈകല്യമാക്കിയത്. പുത്രനിലൂടെ ആ ആകൃതിയെ തിരിച്ചെടുക്കുവാൻ പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു. Will you repent tonight? എല്ലാം കണ്ടുമറിയട്ടെ. മനസ്സ് മാറാൻ തയ്യാറാണോ? മനസ്സ് മാറാൻ തയ്യാറാണോ? ഒരു repentance-ന് വേണ്ടി തയ്യാറാണോ? കർത്താവേ, എനിക്ക് പാപത്തിന്റെ വഴികൾ വേണ്ട. എനിക്ക് പഴയ ജീവൻ, ആ പഴയ ജീവന്റെ തുടിപ്പ് എന്നിലേക്ക് ഒരിക്കൽ കൂടെ വ്യാപരിക്കണമെന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേർ തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? Lord, I want the life of you operating in me. എന്നെ പലവിധത്തിൽ പിശാച് കുലുക്കുവാൻ ശ്രമിച്ചു, ജഡത്തിന്റെ ചിന്തകളിൽ കുലുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് രാത്രി എന്റെ മനസ്സ് മാറുന്നു. പാപത്തിന്റെ വഴി എനിക്ക് വേണ്ട. ഞാൻ നിത്യജീവനായി കൊതിക്കുന്നു. ദൈവമേ, എനിക്ക് നിത്യജീവൻ അവന്റെ പുത്രനിലൂടെ ഇന്ന് രാത്രി എനിക്ക് തരണമേ. എല്ലാ വായികളും തുറക്കട്ടെ. എല്ലാ വായികളും തുറക്കട്ടെ. നിത്യജീവനായി കൊതിക്കുന്നവർ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഉയർത്തപ്പെട്ട കർത്താവിനെ നീ നോക്കുമ്പോൾ നിത്യജീവനുണ്ട്. 2, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് ഇന്ന് രാത്രി സൗഖ്യമുണ്ട്. സൗഖ്യം എവിടെയാ? നിനക്ക് സൗഖ്യം എവിടെയാ? 2010 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ ഉയർത്തപ്പെട്ടു. കാൽവരി ക്രൂശിൽ യേശു ഉയർത്തപ്പെട്ടു. By his stripes we are healed. By his stripes we are healed. അതിനേക്കാൾ വലുതാണ് നിത്യജീവൻ. നിത്യജീവന് ശേഷം there is healing, bodily healing in Jesus' mighty name. Amen, 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 amen. Hallelujah. കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നിൻ എല്ലാ കണ്ണുകളും അടച്ചു വായികൾ തുറന്ന് eyes to be close to the presence of God. Tonight you heard a powerful message
about the promise of God. The promise of God is eternal life in Jesus Christ. And He's a God who will never lie. Have you given your life to Jesus? Jesus. Oh, Jesus. ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് Amen, 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 പല amen. പ്രസംഗങ്ങൾ നീ കേട്ടിട്ടുണ്ട്. Amen, 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 amen. Don't live a lie. കാപട്യം നിന്നെ രക്ഷിക്കില്ല. Don't live a lie. Jesus loves you. If you're willing to open up and confess. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. But I tell you, the love of God is searching for you tonight. And this is the time of God. And this is your time for you to respond to the word of God. ദൈവവചനം കേട്ടപ്പോൾ ഇത് എന്നോട് തന്നെ സംസാരിച്ചു, ഇതിനകത്തെ ദൂതുകൾ എന്നോടായിരുന്നു എന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? ആ സമ്മതിക്കുന്നവരുടെ എന്നോടാണ് ഈ ദൂത്, എന്നോടാണ് ഈ ദൂത്, എന്നോടാണ് ഈ ദൂത്. ലീഡർഷിപ്പിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു, വാർത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു, മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു, നിത്യജീവനെ കുറിച്ച് പറഞ്ഞു. എന്നോടാണ് ഈ ദൂത്. ദൈവം നിങ്ങളുടെ കരങ്ങളെ കാണട്ടെ. ആ കരം താഴ്ത്തിയിടാൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. ഒത്തിരി പേർ കരം ഉയർത്തി. ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്ന് ഞാൻ ഈ വചനത്തിന് മുൻപാകെ I repent. ഞാൻ മാനസാന്തരപ്പെടുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് യേശു ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനോടുള്ള നിത്യജീവനാണ്. ഇത് പറയുന്നവർ മാത്രം, റിപ്പന്റൻസിന് പറയുന്നവർ മാത്രം കരമുയർത്തണം. വായി തുറന്ന് പറ, കർത്താവേ ഞാൻ പാപം ചെയ്ത് എന്നോട് ക്ഷമിക്കണേ. ഒരു നാണ്യമില്ല. നീതി ചമഞ്ഞ 1000 പേരെക്കാൾ നീതികൾ സമ്മതിച്ച നിനക്കെതിരെ തുറന്നു പറ. I expected another message, but you spoke the gospel tonight. Eternal life in Jesus. അപ്പാവത്തെ നീ ഏറ്റുപറ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഇന്ന് രാത്രി നിന്നെ ശുദ്ധീകരിക്കട്ടെ. Come on, start confessing. And as we are confessing our sins, I want the president of NPA, Pastor Joe Kurian, to come forward and lead us in prayer. Let us pray now as we commit ourselves to the word of God tonight. Thank God for a powerful message we received tonight. Thank God for the conviction of the Holy Spirit tonight. Thank God for the mighty anointing of the Holy Spirit among us. Heavenly Father, in Jesus' name, we thank you for the way you have spoken to us, Lord. Thank you for the way you have ministered to us tonight, Lord. Thank you for the way you have brought the message so clear and so deep to our hearts, Lord Jesus. Thank you for the moving of the Holy Spirit of God. Tonight, Lord, we repent of our sins, Lord Jesus. We ask you to forgive us, Lord Jesus. Every known sin, every unknown sin, every confessed sin, every unconfessed sin, Lord. We bring it to you in the name of Jesus. Thank you for the promise that you said, Lord. If we confess, the Lord is just and faithful to forgive us all our sins, Lord. Thank you for touching many lives tonight, Lord. Thank you for your servant tonight. കർത്താവേ, ഈ രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളത് സമർപ്പിക്കുന്നു. നീ സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് പാപമോചനം നൽകിയതിനായി സ്തോത്രം. വിടുതൽ നൽകിയതിനായി സ്തോത്രം. പ്രത്യാശ നൽകിയതിനായി സ്തോത്രം. നിത്യജീവൻ നൽകിയതിനായി സ്തോത്രം. രാത്രി ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. അങ്ങ് തന്നെ മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവാദത്തോടുകൂടി പിരിയാം.